ഹലോ, ഇന്നെന്താ തോരൻ വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചാൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് നിങ്ങൾ. എങ്കിൽ പാട്ടെ, ഇന്ന് എനിക്ക് യാതൊരു ടെൻഷനുമില്ല. കാരണം ഞാൻ ഇന്ന് തോരൻ വയ്ക്കാനുള്ള സാധനം പറമ്പിൽ പോയിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നലെ കണ്ടുപിടിച്ച് വെച്ചതാണ്. അപ്പം ഞാനത് നിങ്ങൾക്ക് കൂടി കാട്ടി തന്നിട്ട് പറിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചങ്ങനെ ഇരിക്കുകയാണ്. നല്ല അടിപൊളി സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ പറമ്പിലേക്ക് പോകുകയല്ലേ, അപ്പം ഞാനങ്ങനെ പറമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നലെ കണ്ടുപിടിച്ച സാധനം എന്താണെന്ന് കാട്ടിത്തരാം കേട്ടോ. കഴിഞ്ഞ വർഷം പറമ്പിൽ നട്ടു വെച്ച സാധനമാണ് ചേന. അപ്പോൾ ഈ വർഷം അത് ചേനപ്പൂവായിട്ട് വിരിഞ്ഞിപ്പുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ ഒടിച്ചെടുക്കണം. ഒടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ, ഇങ്ങനെ കോഴീൻ്റെ കഴുത്ത് പിരിക്കണത് പോലെ ഇങ്ങനെ 2 പിരി വിരിച്ച് കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞു തരാം. ഒരു കൈ കൊണ്ടൊന്നും പറ്റത്തില്ല, 2 കൈ കൂട്ടിയിട്ട് അങ്ങ് പറിച്ചെടുക്കാം. അങ്ങനെ ഇന്നത്തെ തോരനുള്ള 2 ചേനപ്പ് പറിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ ചേനപ്പൂവൊക്കെ പറിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു ചേനപ്പൂ ചെറുതും ഒന്ന് വലുതും. നമുക്ക് ഈ പാകത്തിന് ആകുമ്പോൾ പറിക്കണം കേട്ടോ. ഈ പാകം തൊട്ട് പിന്നെ ഈ പാകം വരെയാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് വിരിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളില്ല. അപ്പോൾ ഇത് ഇന്നത്തെ എൻ്റെ തോരൻ ഇതാണ്. അപ്പോൾ ഇത് സാധാരണ മഴയൊക്കെ പെയ്തതിന് ശേഷമാണ്, പുതുമഴ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചിലപ്പോഴൊക്കെ വിരിഞ്ഞ് അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ മഴയൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും അത് അതിൻ്റെ സമയത്തിന് ഞങ്ങൾ വിരിഞ്ഞു. അപ്പോൾ അങ്ങ് പറിച്ചെടുത്തോന്ന് തോരൻ വെച്ചത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടുവച്ച സാധനമല്ലേ, ഞാൻ ആരോടും വീട്ടിൽ പറഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ ചേനപ്പൂ ഉണ്ടെന്ന്. അതുകൊണ്ട് ഇത് തോരൻ വെച്ച് കൊടുത്തിട്ട് വേണം അവർക്കുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയാം. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചേനപ്പൂ പറമ്പിൽ വിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അവർ പറിക്കില്ലാന്ന്. ഇത് ചീഞ്ഞ് മണത്തിട്ടാണ് ഭയങ്കര ഒരു വൃത്തിയായിട്ടൊരു മണം കേട്ടോ. അപ്പോൾ അവർ പറിക്കില്ലാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് കാര്യം അന്വേഷിക്കുമ്പോൾ അവർ ഒരു ചൊറിയണം. അപ്പോൾ ഈ ചൊറിയുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തോലുണ്ടല്ലോ, ഈ പുറന്തൊലി എടുത്ത് കറി വെച്ചിട്ടാണ് ചൊറിച്ചിൽ തന്നെ. മാത്രമല്ല ഈ പുറന്തൊലി നമ്മൾ കറിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് വേറൊരു ടേസ്റ്റായിരിക്കും. നമ്മൾ കറി വയ്ക്കുമ്പോൾ ഈ പുറന്തൊലി ഇതേ കൂടെ വെച്ചങ്ങ് മുറിച്ച് കളയണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനമാണ് നമ്മൾ കറി വെക്കുന്നത്. അരിഞ്ഞിട്ട് കഴുകി വയ്ക്കുകയോ അല്ലെങ്കിൽ കഴുകിയിട്ട് അരിഞ്ഞ് വയ്ക്കുകയോ എങ്ങനെയായാലും കുഴപ്പമില്ല. മണ്ണിലൊക്കെ നിൽക്കുന്ന സാധനം ആയതുകൊണ്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ തോരൻ വയ്ക്കുന്നത് പോലെ തോരൻ വെച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചേനപ്പൂവൊക്കെ ഇങ്ങനെ പറമ്പിൽ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ആരും കളയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ ഈ പരുവം തൊട്ട് നമുക്ക് പറിച്ചെടുക്കാം. അങ്ങനെ പറിച്ചെടുത്ത് നമുക്ക് തോരൻ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് യാതൊരു ടെൻഷനുമില്ല. അപ്പോൾ ഇന്ന് ചേനപ്പൂ തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെ തോരൻ വെച്ചെടുക്കുക. ഞാൻ ചേനപ്പൂ തോരൻ വയ്ക്കാൻ വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരെണ്ണം ചെറുതുണ്ടായിരുന്നു, ഞാൻ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വലിയതിന് ഇത് എങ്ങനെയാട്ടോ തൊലി പൊളിച്ചെടുക്കണത് കേട്ടോ. എന്തൊരു ഭംഗിയാലും ഇത് കാണാൻ. മേലെ ഒരു കാപ്പി കളർ, ഒരു ബ്രൗൺ പോലത്തെ ഒരു സാധനം, പിന്നെ അതിൻ്റെ താഴെ ഇതുപോലത്തെ ഒരു തരിതരിവെന്നൊരു സാധനം. ഇതൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ നല്ല രസമാണ്. ഇതിൻ്റെ ചേനപ്പൂ അരിഞ്ഞിട്ടാണ് തോന്നുന്നു കയ്യിൽ കറ പറ്റി. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അതൊക്കെ കഴുകി കളയുമ്പോൾ വൃത്തിയാക്കണം. ഇതാണ് അതിൻ്റെ പൂമ്പൊടിയുള്ള ഭാഗം. ഇവിടെ ഒരു ചെറിയൊരു ഒട്ടൽ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ കയ്യിൽ. എന്നാലും എന്താ പശയുണ്ട്. അതൊക്കെ കഴുകി അങ്ങ് വൃത്തിയാക്കുമ്പോൾ അങ്ങ് പോയിക്കോളും. പക്ഷേ ഇതിലും ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല, വേറൊരു തോരനും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ ഒരു നാച്ചുറലായിട്ട് കിട്ടുന്നൊരു സാധനമല്ലേ, യാതൊരു വെള്ളവും ചേർക്കണില്ല. അങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇത് അരിഞ്ഞ് തോരൻ വയ്ക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം ഉള്ളിയും പച്ചമുളകും തേങ്ങയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടാണ് തോരൻ വയ്ക്കാൻ പോകുന്നത്. സാധാരണ നമ്മളെങ്ങനെ തോരൻ വെക്കണം അതുപോലെ തന്നെ. അപ്പോൾ ഞാനിത് നിങ്ങളെ പൊളിച്ചൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചിലവരൊന്നും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അത് ഇതൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോഞ്ച് പോലെയാണ്. ഞാൻ കാട്ടിത്തരാം. ഇതിങ്ങനെ പറിച്ചെടുക്കാതെ ഒരു ചെറിയ സ്പോഞ്ച് പോലെ, ഒരു ചെറിയൊരു നാര് പോലെയൊക്കെ ആയിട്ടാണ്. അങ്ങനെയൊക്കെയാണ്. ഉള്ള പൊള്ളയായിട്ടാണ് അതിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഉള്ളങ്ങനെ തന്നെ പൊള്ള പോലെയാണ്. ഉള്ളിലൊക്കെ ഒരു സ്പോഞ്ച് പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഈ സാധനം അരിഞ്ഞ കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, ഒരു ലൈറ്റ് റോസ് കളറ് അങ്ങനത്തെയാണ് അതിൻ്റെ ഇത് നല്ല സ്പോഞ്ച് പോലെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അറിയാത്തവർ ഇത് പറിച്ച് കറി വെക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഓക്കേ.